ഹായ് ഫ്രണ്ട്സ്, ഇത് കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഇതെന്താണെന്നറിയോ? ഇതിൻ്റെ ഉള്ളിൽ നിറയെ ചെടിയുടെ കമ്പുകൾ പിടിപ്പിക്കാൻ വേണ്ടി വെച്ചതാട്ടോ. ഞാൻ ഗാർഡനിലേക്ക് ചെടി എടുക്കാൻ പോകുമ്പോഴേ അവിടുത്തെ ചേച്ചിമാർ ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഉള്ളിൽ തൈകൾ പിടിപ്പിക്കാൻ വെക്കുന്നുണ്ട്. അപ്പം ഐസിങ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വേനലിലൊക്കെ കമ്പുകൾ കിളിർത്ത് കിട്ടുമല്ലോ. അപ്പം ഞാനും ഇതിനുള്ളിൽ ഒരുപാട് കട്ടിങ്സ് വെച്ചിട്ട് ചെടികൾ നട്ടിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാനിങ്ങനെ ചെയ്തിട്ട് ഒരു 25 ദിവസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അപ്പം അതിൽ ഒരു തവണ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും ഇതുപോലെ ഇങ്ങനെ തുള്ളികളായിട്ട് കാണുന്നുണ്ട്. അപ്പം നനവിൻ്റെ അംശം ഉണ്ടല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇത് ഒറ്റ പ്രാവശ്യം ഞാനിത് നോക്കിയിട്ടുള്ളൂ കേട്ടോ, നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തവണ മാത്രം. നോക്കി നല്ല ഭംഗിയുണ്ട് തുള്ളിയിട്ടുമ്പോൾ. മഴത്തുള്ളിയൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ഇതൊന്ന് നോക്കാം എന്തായി. തുള്ളികളൊക്കെ പോയപ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ചെറുതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. കണ്ടോ, കമ്പൊക്കെ തകർത്തിട്ടുണ്ടോ നോക്കാം കേട്ടോ നമുക്ക്. ഇതൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്തു വെച്ചതാണ്, വൃത്തിയായിട്ടൊന്നുമില്ല. എല്ലാം ഇതുപോലെ ഓരോന്ന് കാണിച്ച് കൂട്ടി ചെയ്യുക ഒറ്റയ്ക്ക്. ഇവിടെ കണ്ടോ, മഴ ചെയ്തപ്പോൾ ആകെ വൃത്തികേടായിട്ടുണ്ട്, ശരിക്കും ഒന്ന് റെഡിയാക്കാഞ്ഞിട്ട്. അപ്പം നമുക്കിത് നോക്കാം കേട്ടോ. ഷൂട്ട് ചെയ്യാൻ വേറെ ആരുമില്ല. മോന് നല്ല ഉറക്കമാണ്. എന്താ കണ്ടോ, കമ്പുകളൊക്കെ തളിർത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ബോഗൺവില്ലിൻ്റെ കമ്പുകൾ നട്ട് വെച്ചതായിരുന്നു. എല്ലാം ഇതാ നന്നായിട്ട് തളിർത്തിട്ടുണ്ട്. 25 ദിവസമായിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും കമ്പുകളൊക്കെ നന്നായിട്ട് തളിർത്തിട്ടുണ്ട്. ഇതൊക്കെ ബോഗൺവില്ലയാണ്. ഇത് വേറെ ചെടിയുടെ കമ്പുകളാട്ടോ. ഓരോന്നിൽ നോക്കിയേ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട്. ഇതെന്താണെന്നറിയോ ഫ്ലവർ വരാൻ കാരണം? വരുന്ന ആ സീസണിലാണ് ഞാൻ ഈ കമ്പ് കട്ട് ചെയ്തത്. അപ്പോൾ അവരെന്തായാലും ഫ്ലവർ ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴവർ ഫ്ലവർ ചെയ്തതായിരിക്കും. അതിലൊക്കെ ഫ്ലവർ ഉണ്ട്. എനിക്കൊരു ഐഡിയ ഇല്ല എങ്ങനെയാണിത്, എത്ര ദിവസം ഇതിനുള്ളിൽ വയ്ക്കണം എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ കണ്ടു, അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയെന്നുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും പുറത്ത് വയ്ക്കാമല്ലേ, തളിർത്തിട്ടുണ്ടല്ലോ.
തളിർക്കാത്ത കമ്പുകളും ഉണ്ട് കേട്ടോ, ഇങ്ങനെ ചീത്തയായി പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാവേ.